ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ നടത്താൻ അനുമതി നൽകിയത് അന്യായ വിധിയാണെന്ന് SDPI. 1991 ആരാധനാലയ നിയമം നടപ്പിലാക്കുക, ബാബരി ധ്വംസനം ആവർത്തിക്കരുത് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SDPI പ്രതിഷേധ പ്രകടനവും നടത്തി. SDPI കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം പടിഞ്ഞാറെ കടുങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ച മുപ്പത്തറം പഞ്ചായത്ത് ജംഗ്ഷനിൽ സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കാളികളായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം അഷ്കർ മാനാലി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഭരണഘടനയും പാർലമെന്റും പാസാക്കിയ നിയമങ്ങളെയും അവഗണിച്ച് അന്യായമായ വിധികൾ കൊണ്ട് നാട് കലുഷിതമാക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പ്രതിഷേധിക്കാൻ പൊതുസമൂഹം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശ്വാസികള് മൗനം വെടിയേണ്ടതുണ്ട്. 1992 ബാബരി മസ്ജിദിന്റെ തങ്കത്താളിക കുടങ്ങൾ RSSകാരൻ തല്ലി തകർത്തപ്പോ അന്നതിന് കൂട്ടുനിന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നരസിംഹറാവു. 15 ഭാഷകൾ അറിയുന്ന നരസിംഹറാവു അന്ന് പൂജാമുറിയിൽ കയറി അടച്ചിരുന്നു. എന്നിട്ട് പിന്നീട് പാർലമെന്റിൽ വന്ന് പറഞ്ഞു, ബാബരി പൊളിച്ച അതേ സ്ഥലത്ത് ബാബരി പുനർനിർമ്മിക്കും. നൂറ്റാണ്ടുകാലം കഴിഞ്ഞില്ലേ? അന്ന് ബാബരിയുടെ ഘാതകരെ കണ്ടെത്താൻ രാജ്യത്തിന്റെ നികുതിപ്പണത്തിൽ നിന്നും ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കി. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഏപ്രിൽ മാസം ഇനിയും പറഞ്ഞു വരും. ഈ മുപ്പത്തിടത്തെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇന്നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളുടെ വീടുകളിൽ ഞങ്ങളാണ് ന്യൂനപക്ഷത്തിന്റെ പേറ്റന്റുകാർ. കമ്മ്യൂണിസ്റ്റുകാരും പറയും ന്യൂനപക്ഷങ്ങൾ സംഘടിക്കേണ്ടതില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം. എവിടെ നോക്കിയടോ? കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഗ്യാൻവാപ്പിയുടെ വിഷയത്തിന് ഇന്നേ വരെ ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല. ഇത് പറഞ്ഞതിന്റെ പേരില്, ബാബരിയെ കുറിച്ച് പറഞ്ഞതിന്റെ പേരില്, ഇന്ത്യ രാജ്യത്തെ ഈ ഒരു സ്ഥിതിവിശേഷത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരില് ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ഈ അബൂബക്കർ സാഹിബ് എന്ന വന്യവയോധികനായ ക്യാൻസർ രോഗബാധിതനായിട്ടും ജാമ്യം പോലും കൊടുക്കാതെ നിങ്ങൾ തീഹാർ ജയിലിന്റെ ഉള്ളിൽ പാർപ്പിച്ചിട്ടുള്ള അതേ അബു സാഹിബിന്റെ പിന്മുറക്കാര് തന്നെയാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ മയ്യത്തിന്റെ മുകളിൽ ചവിട്ടിയിട്ടല്ലാതെ മറ്റൊരു ബാബരി ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച ഏവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. ജയ്. തുറന്നു കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ഏതാണ്ട് 700 വർഷങ്ങളോളം മുസ്ലിങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു മസ്ജിദാണ് വിരമിക്കുന്നതിന്റെ തലേ ദിവസം ഒരു ന്യായാധിപൻ എന്ന് പറയുന്ന ഒരാള്, അല്ലെങ്കിൽ ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ നീതി പറയുന്ന ആളിനെ നമ്മൾ ജഡ്ജി എന്ന് പറയേണ്ടത്. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി വിരമിക്കുന്നതിന്റെ തലേ ദിവസം മുസ്ലിങ്ങളെ പള്ളിയിലേക്ക് കടക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഹിന്ദു വിശ്വാസികൾക്ക് പൂജ നടത്തുന്നതിന് വേണ്ടി അനുവാദം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജഹാൻ തടിക്കടവ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സംഗമത്തിൽ മണ്ഡലം സെക്രട്ടറി ഷാനവാസ് കൊടിയൻ, കടുങ്ങല്ലൂർ വെസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സിയാദ് എർമം തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.